ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14 അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം അലഹബാദ്. ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അലഹബാദിൻ്റെ പുതിയ പേര് എന്ത്? അലഹബാദിൻ്റെ പുതിയ പേര് എന്ത്? ഉത്തരം പ്രയാഗ്രാജ്. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്ത്? ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്ത്? ഉത്തരം ചാച്ചാജി. ലോക ശിശുദിനം എന്ന്? ലോക ശിശുദിനം എന്ന്? ഉത്തരം നവംബർ 20. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര്? നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര്? ഉത്തരം മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? ഉത്തരം സ്വരൂപ് റാണി. UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആര്? UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആര്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണ കാലഘട്ടം ഏത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണ കാലഘട്ടം ഏത്? ഉത്തരം 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ആര്? ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ആര്? ഉത്തരം ഓളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ഏത്? നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ഏത്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആര്? ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1912 ബന്ദിപ്പൂർ സമ്മേളനം. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ.
നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? ഉത്തരം 16ാമത്തെ വയസ്സിൽ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആര്? ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന് പേര് നൽകിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ സമ്മേളനം 1929. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? ഉത്തരം 1955. നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച്? നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച്? ഉത്തരം ലണ്ടൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ഉത്തരം കമല നെഹ്റു. 1938 നെഹ്റു രൂപവത്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? 1938 നെഹ്റു രൂപവത്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ്? ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ഉത്തരം ഇൻഡിപെൻഡന്റ്. ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? ഉത്തരം കാശ്മീരിലെ കൗൾ കുടുംബം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? ഉത്തരം പുന്നമട കായൽ. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച്? നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച്? ഉത്തരം 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം ഏത്? നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം ഏത്? ഉത്തരം 1916. നെഹ്റുവിൻ്റെ പത്നിയുടെ പേര്? നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് കമല കൗൾ. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാ നാമം എന്ത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാ നാമം? ഉത്തരം ചാണക്യൻ. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി? തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്?
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, പഞ്ചായത്തി രാജ് എന്ന വാക്കിൻ്റെ ശില്പി. പഞ്ചായത്തി രാജ് എന്ന വാക്കിൻ്റെ ശില്പി. ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1964 മുതൽ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോൾ? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോൾ? ഉത്തരം 1935 സെപ്റ്റംബർ 4. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അലഹബാദ്. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷം. ഉത്തരം 1931. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം എഴുതിയത് ഏത് ജയിലിൽ വച്ചാണ്? ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം എഴുതിയത് ഏത് ജയിലിൽ വച്ചാണ്? ഉത്തരം അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വച്ചാണ് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം എഴുതിയത്. അടുത്ത ചോദ്യം, അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം VK കൃഷ്ണമേനോൻ. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ പത്നി കമല അന്തരിച്ച വർഷം ഏത്? നെഹ്റുവിൻ്റെ പത്നി കമല അന്തരിച്ച വർഷം ഏത്? ഉത്തരം 1936 ഫെബ്രുവരി 28. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ഏത്? കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ഏത്? 1942 ഓഗസ്റ്റ് 8. അടുത്ത ചോദ്യം, അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം. ആരുടെ വാക്കുകളാണ്? അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം. ആരുടെ വാക്കുകളാണ്? ഉത്തരം നെഹ്റുവിൻ്റെ. അടുത്ത ചോദ്യം, ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര്? ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര്? ഉത്തരം റോഷൻ സെയ്ത്ത്. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം. ഉത്തരം 1969. ജവഹർലാൽ നെഹ്റു അവസാനമായി തടങ്കലിൽ നിന്നും മോചിതനായത് എന്ന്? ജവഹർലാൽ നെഹ്റു അവസാനമായി തടങ്കലിൽ നിന്ന് മോചിതനായത് എന്ന്? ഉത്തരം 1945 ജൂൺ 15. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ചേരിചേര നയം. അടുത്ത ചോദ്യം, രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ്? രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം. ഉത്തരം ചേരിചേര നയം. ചേരിചേര പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമാണ്?
ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1961. നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത്? നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത്? ഉത്തരം 17 വർഷം. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത്? ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത്? ഉത്തരം ഗാന്ധിജിയുടെ. നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ഏത് പേരിലാണ് പ്രശസ്തമായത്? മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ഏത് പേരിലാണ് പ്രശസ്തമായത്? ഉത്തരം ആനന്ദ ഭവനം. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകൻ്റെ പേര്? ജവഹർലാൽ നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകൻ്റെ പേരെന്ത്? ഉത്തരം ഫെർഡിൻഡ് ബ്രൂക്ക്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു പഠിച്ച ഇംഗ്ലണ്ടിലെ സ്കൂൾ ഏത്? പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു പഠിച്ച ഇംഗ്ലണ്ടിലെ സ്കൂൾ ഏത്? ഉത്തരം ഹാരോ. ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത്? ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത്? ഉത്തരം ആമുഖം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷം? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷം? ഉത്തരം 1950 മാർച്ച്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം 1951. നെഹ്റുവിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ച വർഷം? നെഹ്റുവിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ച വർഷം? ഉത്തരം 1955 ജൂലൈ 15. ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആര്? ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആര്? ഉത്തരം MO മത്തായി. തമിഴ്നാട് സന്ദർശനത്തിനിടെ നെഹ്റുവിൻ്റെ കാർ ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. എന്താണ് അവരുടെ പേര്? തമിഴ്നാട് സന്ദർശനത്തിനിടെ നെഹ്റുവിൻ്റെ കാർ ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. എന്താണ് അവരുടെ പേര്? ഉത്തരം ബാലാമ. 1947 ആഗസ്റ്റ് 15 പാർലമെൻറ്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തിഗാനം എന്തായിരുന്നു? 1947 ഓഗസ്റ്റ് 15 പാർലമെൻറ്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തിഗാനം എന്തായിരുന്നു? ഉത്തരം സാരേ ജഹാൻ സേ അച്ഛ. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. അടുത്ത ചോദ്യം, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1994 സെപ്റ്റംബർ 16 മുതൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ്? കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ്? ഉത്തരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. അടുത്ത ചോദ്യം, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം, ഓസോൺ പാളി
ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 20 മുതൽ 35 കിലോമീറ്റർ വരെ. അടുത്ത ചോദ്യം, 1839 ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആര്? 1839 ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ക്രിസ്റ്റിൻ ഫെഡറിക് ഷോൺ ബെയ്ൻ. അടുത്ത ചോദ്യം, ഓസോൺ വാതകം കണ്ടുപിടിച്ച ക്രിസ്റ്റിൻ ഫെഡറിക് ഷോൺ ബെയ്ൻ ഏത് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു? ഓസോൺ വാതകം കണ്ടുപിടിച്ച ക്രിസ്റ്റിൻ ഫെഡറിക് ഷോൺ ബെയ്ൻ ഏത് സർവകലാശാലയിലെ പ്രൊഫസർ ആയിരുന്നു? ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ബേസൽ സർവകലാശാല. അടുത്ത ചോദ്യം, ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഉത്തരം ഓസീൻ. അടുത്ത ചോദ്യം, ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം മണമുള്ളത്. അടുത്ത ചോദ്യം, ഓസോണിൻ്റെ നിറം എന്താണ്? ഓസോണിൻ്റെ നിറം എന്താണ്? ഉത്തരം ഇളം നീല. അടുത്ത ചോദ്യം, 1913 ഓസോൺ പാളി കണ്ടെത്തിയ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? 1913 ഓസോൺ പാളി കണ്ടെത്തിയ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ചാൾസ് ഫാബ്രി, ഹെൻറി ബിഷൻ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? ഉത്തരം അന്റാർട്ടിക് മേഖലയിൽ. അടുത്ത ചോദ്യം, അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ പാളിയിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ കാണപ്പെടുന്നത് ഏത് കാലത്ത്? അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ പാളിയിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ കാണപ്പെടുന്നത് ഏത് കാലത്ത്? ഉത്തരം വേനൽക്കാലത്ത്. അടുത്ത ചോദ്യം, ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഉത്തരം ജോയ് ഫാർമാൻ, ബിയാൻ ഗാർഡിനർ, ജോനാഥർ ഷാങ്ക്ലിൻ. അടുത്ത ചോദ്യം, ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും? ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും? ഉത്തരം 1 മണിക്കൂർ. അടുത്ത ചോദ്യം, സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ്? സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഉത്തരം ഇലകളിലൂടെ. അടുത്ത ചോദ്യം, ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓസോൺ. അടുത്ത ചോദ്യം, ഓസോൺ എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഓസോൺ എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം 3 ഓക്സിജൻ ആറ്റങ്ങളാൽ. അടുത്ത ചോദ്യം, ഓക്സിജന്റെ രൂപാന്തരണം എന്താണ്? ഓക്സിജന്റെ രൂപാന്തരണം എന്താണ്? ഉത്തരം ഓസോൺ. അടുത്ത ചോദ്യം, ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി. അടുത്ത ചോദ്യം, ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ഉത്തരം 8. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഉത്തരം 21%. ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ഉത്തരം ആസ്മ. അടുത്ത ചോദ്യം, ഓസോൺ വാതകം കണ്ടെത്തിയത് ആര്? ഓസോൺ വാതകം കണ്ടെത്തിയത് ആര്? ക്രിസ്റ്റിൻ ഫെഡറിക് ഷോൺ ബെയ്ൻ. അടുത്ത ചോദ്യം, ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം സ്പെക്ട്രോഫോമീറ്റർ. സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം GMB ഡോബ്സൺ. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ്? അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ്? ഉത്തരം ഡോബ്സൺ യൂണിറ്റ്.
അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവിനെ എന്താണ് പറയുന്നത്? അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവിനെ എന്താണ് പറയുന്നത്? ഡോപ്സൺ അടുത്ത ചോദ്യം, ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏത്? ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്ത ചോദ്യം, മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ഏത്? മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ഏത്? ഉത്തരം 1987 സെപ്റ്റംബർ 16. അടുത്ത ചോദ്യം, മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന്? മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1989 ജനുവരി 1. ഇതുവരെ മോൺട്രിയൽ പ്രോട്ടോകോളിൽ എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു? ഇതുവരെ മോൺട്രിയൽ പ്രോട്ടോകോളിൽ എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു? ഉത്തരം 197 രാജ്യങ്ങളാണ് ഇതുവരെ ഒപ്പുവെച്ചത്. മോൺട്രിയൽ എന്ന പ്രദേശം ഏത് രാജ്യത്താണ്? മോൺട്രിയൽ എന്ന പ്രദേശം ഏത് രാജ്യത്താണ്? ഉത്തരം കാനഡ. അടുത്ത ചോദ്യം, മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്ന്? മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്ന്? ഉത്തരം 1992 ജൂൺ 19. ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാർ എന്ന് അറിയപ്പെടുന്നത് ഏത്? ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാർ എന്ന് അറിയപ്പെടുന്നത് ഏത്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്ത ചോദ്യം, മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഉത്തരം അൾട്രാവയലറ്റ് കിരണങ്ങളും ഓസോണും. അടുത്ത ചോദ്യം, ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ കാണപ്പെടാറുള്ളത് എന്താണ്? ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ കാണപ്പെടാറുള്ളത് എന്താണ്? ഉത്തരം ഓസോൺ. അടുത്ത ചോദ്യം, ഓസോണിന് ഓസോൺ എന്ന പേര് നൽകിയത് ആര്? ഓസോണിന് ഓസോൺ എന്ന പേര് നൽകിയത് ആര്? ഉത്തരം ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺ ബെയ്ൻ. അടുത്ത ചോദ്യം, ഓസോൺ തന്മാത്ര രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓസോൺ തന്മാത്ര രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം സിഡ്നി ചാപ്മാൻ. അടുത്ത ചോദ്യം, ഓസോണിൻ്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമാണ് ബാധിക്കുന്നത്? ഓസോണിൻ്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമാണ് ബാധിക്കുന്നത്? സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു. അടുത്ത ചോദ്യം, ഓസോൺ ഗാഢത ഏറ്റവും കൂടുതൽ ആകുന്നത് ഏത് കാലത്താണ്? ഓസോൺ ഗാഢത ഏറ്റവും കൂടുതൽ ആകുന്നത് ഏത് കാലത്താണ്? ഉത്തരം വേനൽക്കാലത്ത്. അടുത്ത ചോദ്യം, വേനൽക്കാലത്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻ കൂടാൻ കാരണമെന്താണ്? വേനൽക്കാലത്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻ കൂടാൻ കാരണമെന്താണ്? ഉത്തരം ഭൂമി സൂര്യനോട് കൂടുതൽ അടുക്കുന്നതുകൊണ്ട്. സൂര്യനിൽ നിന്നും മാരകമായ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്താതെ തടയുന്ന അന്തരീക്ഷ കവചം ഏത്? സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്താതെ തടയുന്ന അന്തരീക്ഷ കവചം ഏത്? ഉത്തരം ഓസോൺ പാളി. ഓസോൺ പാളി കണ്ടെത്തിയത് ആര്? ഓസോൺ പാളി കണ്ടെത്തിയത് ആര്? ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ. ഓസോൺ പാളിയുടെ നിറമെന്ത്? ഓസോൺ പാളിയുടെ നിറമെന്ത്? നീല നിറം, ഇളം നീല നിറം. ഓസോൺ വാതകം കണ്ടുപിടിച്ചതാര്? ഓസോൺ വാതകം കണ്ടുപിടിച്ചതാര്? ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺ ബെയ്ൻ. ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം ഏത്? ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം ഏത്? ക്ലോറോഫ്ലൂറോ കാർബൺ. എത്ര രാജ്യങ്ങൾ ചേർന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ടാക്കിയത്? എത്ര രാജ്യങ്ങൾ ചേർന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ടാക്കിയത്? ഉത്തരം 24 രാജ്യങ്ങൾ. ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡച്ച് കെമിസ്റ്റ് ആര്? ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡച്ച് കെമിസ്റ്റ് ആര്? മാർട്ടിനസ് വാൻമാറം. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന്? മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന്?
1987 ജനുവരി 1. 2019 ഓസോൺ ദിനത്തിന്റെ സന്ദേശം എന്ത്? 2019 ഓസോൺ ദിനത്തിന്റെ സന്ദേശം എന്ത്? 32 years and healing. അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസം ഏത്? അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസം ഏത്? ഉത്തരം മിന്നൽ. ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിലുണ്ടാവുന്ന രോഗം ഏത്? ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിലുണ്ടാവുന്ന രോഗം ഏത്? ഉത്തരം ആസ്മ. പ്രകാശ സംശ്ലേഷണത്തിന് ഓസോൺ പുറത്തുവിടുന്ന സസ്യം. പ്രകാശ സംശ്ലേഷണത്തിന് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏത്? ഉത്തരം തുളസി. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഒരു ഓസോൺ തന്മാത്രയിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 3. ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാവുന്നത് ഏത് കാലത്താണ്? ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാവുന്നത് ഏത് കാലത്താണ്? ഉത്തരം വേനൽക്കാലത്ത്. ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാവുന്ന രോഗം. ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാവുന്ന രോഗം. ഉത്തരം ആസ്മ. ഓസോൺ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓസോൺ ദിനം എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ 16. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ എന്തിന്റെ അലോട്രോപ്പാണ്? ഓസോൺ എന്തിന്റെ അലോട്രോപ്പാണ്? ഉത്തരം ഓക്സിജന്റെ. ഓസോൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉടലെടുത്തതാണ്? ഓസോൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉടലെടുത്തതാണ്? ഉത്തരം ലാറ്റിൻ. സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് എങ്ങനെ? സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം ഇലകളിലൂടെ. ഓസോൺ സംരക്ഷണ ഉടമ്പടിക്ക് പറയുന്ന പേരെന്ത്? ഓസോൺ സംരക്ഷണ ഉടമ്പടിക്കു പറയുന്ന പേരെന്ത്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ. ODPയുടെ പൂർണ്ണ രൂപം എന്ത്? ODPയുടെ പൂർണ്ണ രൂപം എന്ത്? ഓസോൺ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യൽ. അന്തരീക്ഷത്തിലെ ഏത് ഘടകത്തെയാണ് ഓസോൺ തടഞ്ഞു നിർത്തുന്നത്? അന്തരീക്ഷത്തിലെ ഏത് ഘടകത്തെയാണ് ഓസോൺ തടഞ്ഞു നിർത്തുന്നത്? ഉത്തരം അൾട്രാവയലറ്റ് രശ്മിയെ.